വെൽക്കം ടു സഹവത്തനത ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേർണൽ ട്രേഡ് നൽകുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നൽകുന്ന മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസൊക്കെയാണ് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. അലോങ് വിത്ത് സ്റ്റൈപ്പൻഡ് 10,000 റുപ്പീസോടെ കൂടെ നിങ്ങൾക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോങ് വിത്ത് ദാറ്റ് ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു മികച്ചൊരു ഇൻറ്റേൺഷിപ്പ് സ്കീം തന്നെയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്കും കാര്യങ്ങളെല്ലാം. സോ ഇതുപോലൊരു പേജ് അതിനോടൊപ്പം തന്നെ ഇങ്ങനൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. സോ ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. സോ ത്രൂ ഔട്ട് ദ ഇൻറ്റേൺഷിപ്പിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ഓൺലൈൻ മോഡ് തന്നെയാണ്. സോ ഓഫ്ലൈൻ മോഡായിട്ട് നിങ്ങൾക്ക് ഒന്നും അയച്ചു കൊടുക്കേണ്ട കാര്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2023 ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റുഡൻസിന് എസ്പെഷ്യലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ 2023 സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ടൈം പീരീഡിലെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോഴും വാലിഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ 2024-25 പ്രത്യേകിച്ചൊരു നോട്ടിഫിക്കേഷനൊന്നുമില്ല. 23 ഒരു സെയിം നോട്ടിഫിക്കേഷൻ തന്നെയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡിന് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഗവൺമെൻറ് ഫേമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻറ്റേർണായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് DPIIT വെബ്സൈറ്റ് നൽകുന്നത്. ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ സോ ഇത് ഓൾറെഡി 2023 ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ്. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആസ് പെർ ദ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 6 മന്തിനകത്ത് ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് പോകും. സോ നിങ്ങൾ ഈ ഒരു ഇയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ അതായത് ഒരു ഇയറിൽ 2 ഇൻടേക്കാണ് ഉണ്ടാവുന്നത്. അതിൽ ഫസ്റ്റ് ഇൻടേക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഇൻടേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അലോങ് വിത്ത് ദാറ്റ് മെയിനായിട്ട് പറയേണ്ട കാര്യം ഇന്ത്യ ആസ് വെൽ ആസ് അബ്രോഡിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ വർക്കിംഗ് എക്സ്പോഷറാണ് മെയിൻ. അതായത് കറൻറ്റായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു വർക്കിംഗ് കൾച്ചർ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഫേമിൽ തന്നെ ആയിരിക്കും നിങ്ങളിതിൽ വർക്ക് ചെയ്യുക. സോ പീരീഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം 1st March to 30th April വരെ ആയിരുന്നു ഫസ്റ്റത്തെ ആ ഒരു ഇൻറ്റേൺഷിപ്പ് ടൈം പീരീഡ്. ദെൻ സെക്കൻഡ് ഓപ്പൺ ആയിട്ടുണ്ട് 1st September to 31st October വരെയാണ് ഈ ഒരു സെക്കൻഡ് ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു ടൈം പീരീഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അലോങ് വിത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻറ്റും അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്നത്. അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം ഇൻറ്റേൺഷിപ്പ് ചെയ്തവരാണെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടുന്ന് അത് ഡിലീറ്റ് ചെയ്ത് പോകും. നിങ്ങൾക്ക് ആ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിലുള്ള ഈ ഒരു ഇൻറ്റേൺഷിപ്പ് ടേമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 1st September to 31st October വരെയാണ് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ November to January വരെയുള്ള ഒരു ടൈം പീരീഡാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ September to October ഈ ഒരു ആപ്ലിക്കേഷൻ 31st വരെ, October 31st വരെ ഉണ്ട്. അതിൻ്റെ നിങ്ങൾ അവിടെ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് November to January വരെയുള്ള ആ ഒരു മന്ത് ആയിരിക്കും. സോ അതുപോലെ തന്നെ അതിൽ മന്ത് പറയുന്നുണ്ട് ഫ്രം 1 month to 2 month വരെയുള്ള അല്ലെങ്കിൽ 3 month വരെ മാക്സിമം നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം 3 months എന്നാണ് പറയുന്നത്. സോ എലിജിബിലിറ്റി ഏതൊക്കെ ഫീൽഡാണെങ്കിൽ എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ്, ഫൈനാൻസ്, കമ്പ്യൂട്ടേഴ്സ്, ദെൻ ലൈബ്രറി മാനേജ്മെൻറ്റ് അതുപോലുള്ള സ്റ്റുഡൻസ് ഒക്കെയാണ്. അതുപോലെ വേറെ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡൊമെയിൻസും അതുപോലെ തന്നെ കേസസ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അവർ നോക്കുന്നതായിരിക്കും. സ്റ്റുഡൻസിനെ അതിനനുസരിച്ചിട്ട് അവർ ഇൻറ്റേൺസിനെ ഹയർ ചെയ്യുന്നതായിരിക്കും. സോ പീരീഡ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ഷാൽ ബി മിനിമം 1 to maximum 3 months എന്ന് പറയുന്നുണ്ട്. ദെൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓരോരോ ടൈം പീരീഡിൽ എടുക്കുന്ന ഇൻറ്റേൺസ് പറയുന്നത് മാക്സിമം 20 ഇൻറ്റേൺസ് ആണ്. സോ വളരെ ചുരുങ്ങിയ എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ ഇവർ ഹയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 2 ടേംസ് ആയിട്ടാണ് ഇവർ സ്റ്റുഡൻസിനെ
ഇൻറ്റേർനായിട്ട് എടുക്കുന്നത്. സോ സ്റ്റൈപ്പൻഡ് 10,000 റുപ്പീസ് പെർ മന്ത് ആണ് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് വരുന്നത്. സോ നിങ്ങൾ 3 മന്ത്സിനൊക്കെ 30,000 ഒക്കെ ആയിരിക്കും. സോ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയിലായിരിക്കും. സോ എഗ്രിമെൻറ്റ് കാര്യങ്ങളും ഉണ്ടാകും. സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നിങ്ങൾ ഈ വർക്കിൻ്റെ കാര്യങ്ങൾ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻറ്റും അതുപോലെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതല്ല. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷൻ പോർട്ടലായിരിക്കും വരിക. കംപ്ലീറ്റ് ഓൺലൈനാണ്. നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ നോക്കുക. CGPA കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടില്ല, ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ക്ലിക്ക് ഹിയർ ബൈ അത് കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം. സോ ഇതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.